കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU ജില്ലാ പ്രസിഡന്റ് സാൻ ജോസിനെ SFI പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. വിവരമറിഞ്ഞെത്തിയ M. വിൻസെന്റ് MLA SFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നും പരാതിയുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളും ബിനോയ് തന്നെ നൽകും. ബിനോയ്, ഇന്നലെ രാത്രി എന്താണ് കാര്യവട്ടത്ത് സംഭവിച്ചത്? വിൻസെന്റ് MLAക്ക് പരിക്കേറ്റപ്പോൾ ചികിത്സയിലാണോ? സമീപകാലത്താണ് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രവർത്തനം കാര്യമായി തുടങ്ങിയത്. കാരണം അതിനു മുമ്പ് KSU പ്രവർത്തകരെ ക്യാമ്പസിനകത്ത് പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നാം വർഷ ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തരത്തിൽ ഉള്ള സ്വീകരണങ്ങളൊക്കെയാണ് KSUവും SFIയും എല്ലാം ഒരുക്കിയിരുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റായ സാൻ ജോസിനെ അവരുടെ ഹോസ്റ്റലിനെ അവർ KSU വിളിക്കുന്നത് ഇടിമുറി എന്നാണ്. കാരണം SFIക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ഇവിടെ എത്തിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാൻ ജോസിനെ അവിടെ വരുത്തുകയും പിന്നീട് സാൻ ജോസിനെ അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. ആ പരാതി തുടർന്ന് പോലീസ്, അതായത് ശ്രീകാര്യത്തുള്ള പോലീസ് സംഘം എത്തിയാണ് സാൻ ജോസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇതേ തുടർന്ന് SFIയുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാത്രി ഒരു 10 മണിയോടുകൂടി തന്നെ KSU പ്രവർത്തകർ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുകയും അവിടെ വലിയ തരത്തിലുള്ള ഉപരോധം നടത്തുകയും ചെയ്തു. ഉപരോധ സമരം നടക്കുന്നുവെന്ന് അറിഞ്ഞെത്തിയ SFI പ്രവർത്തകരും KSUവും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടായി. ഇത് പോലീസ് ഇടപെട്ട് അനുനയിപ്പിച്ച് ഇരു വിഭാഗത്തെയും മാറ്റാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സംഘർഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് M. വിൻസെന്റ് MLA, കോവളം MLA കൂടിയ M. വിൻസെന്റ് അവിടെ എത്തുകയും പോലീസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രകോപനവുമില്ലാതെ SFI പ്രവർത്തകർ M. വിൻസെന്റ് MLAക്കെതിരെ തിരിഞ്ഞു എന്നാണ് ആരോപണം. അത്തരത്തിൽ M. വിൻസെന്റ് MLAക്ക് നേരെ കയ്യേറ്റമുണ്ടായി. പോലീസ് ഇടപെട്ട് അത് പിന്നീട് പിരിച്ചു വിടുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ M. വിൻസെന്റ് MLA ഇന്നലെ രാത്രി ചികിത്സ നേടിയെങ്കിലും ഇന്നും ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തുടരാനുള്ള സാധ്യതയുണ്ട്. കാരണം കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിൽ ചില നിലപാടുകൾ പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വരും. എന്തായാലും യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുണ്ടായ KSU SFI സംഘർഷം ചെറുതായി കാണാൻ പോലീസും തയ്യാറാകുന്നില്ല. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം വലുതാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ശരി വിനോയ്, കാര്യവട്ടം ക്യാമ്പസിൽ SFI KSU സംഘർഷം MLAക്ക് മർദ്ദനമേറ്റതായും പരാതി.